ഇന്നത്തെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ പ്രൊഫഷണലി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതിനു മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചത്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ രീതിയിൽ പഠിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, മറ്റൊന്നിനുമല്ല. അപ്പോൾ തുടക്കം മുതൽ ഒന്നുകൂടെ, കാരണം നമുക്ക് ഇനി മുമ്പോട്ട് അധികം വീഡിയോസ് വരത്തില്ല, അതുകൊണ്ടാണ് ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുന്നത്. ഒരു ഫ്ലൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്ലൂട്ട് പഠിക്കാൻ ആഗ്രഹിച്ച് ഒരു ഫ്ലൂട്ട് മേടിച്ച് കഴിഞ്ഞാൽ എന്തുവാ തുടക്കത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള 150 രൂപയുടെ ഫ്ലൂട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കാം. ഈ ഫ്ലൂട്ട് ഒരെണ്ണം നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൂട്ട് ഈ ഹോളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാദ്യം ഊതി നിങ്ങളുടെ സൗണ്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുണ്ടിലോട് ചേർത്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പതുക്കെ കറക്കി നോക്കുക. എല്ലാവരും ഈ ഊതുമ്പോൾ കറക്റ്റ് സൗണ്ട് കേൾക്കണം എന്നില്ല. എല്ലാവരും ഊതുന്ന ഒരേപോലെ ആയിരിക്കത്തില്ല. ഒരുപാട് വാ തുറന്നൊന്നും ഊതേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ശ്വാസം വിട്ടാൽ മതി. ഭയങ്കര ബ്രീത്ത് എടുത്ത് ഊതണ്ട, അപ്പോൾ തലയൊക്കെ കറങ്ങും. സൗണ്ട് കേൾക്കുന്ന ഇപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുന്നെങ്കിൽ, ഇങ്ങനെ കേൾക്കുന്നെങ്കിൽ ഫ്ലൂട്ട് പതുക്കെ കറക്കുക. ഇങ്ങനെ കറക്കിക്കൊണ്ട് ഊതുക. ഇങ്ങനെ ഊതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നല്ല സൗണ്ട് കേൾക്കുന്നത്, ആ സ്ഥലം ഫിക്സ് ചെയ്താൽ മതി. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം രണ്ടാമത്തെ ഇത് പറഞ്ഞു തരാൻ തോന്നും. ഫ്ലൂട്ട് ഒരിക്കലും ഇങ്ങനെ എൻ്റെ ഈ രീതിയിൽ പിടിക്കരുത്. ഇങ്ങനെ ഫിംഗറുകൾ ഇങ്ങനെ കൊണ്ടുവെക്കരുത്. ഇങ്ങനെ ഫിംഗർ കൊണ്ട് വെക്കരുത്. ഇത് തെറ്റാണ്. ഈ രീതിയിൽ കൊണ്ടുവെക്കരുത്. ഇങ്ങനെ വായിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വെക്കരുത്. യഥാർത്ഥത്തിൽ വെക്കുന്ന വിരലുകൾ നൂക്കുക. ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ നൂത്ത് വെക്കുക. ഇതാണ് കറക്റ്റ് ഇത്. അപ്പോൾ ഓരോരുത്തരും വെക്കുന്ന ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ വെക്കുന്ന രീതി എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ വേറൊരു യൂട്യൂബിൽ കണ്ട് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് കേട്ടോ. ഫിംഗറിൻ്റെ എല്ലാം ഈ നടുഭാഗം, മേളത്തെ ഒരു വര, രണ്ടാമത്തെ വര, അതിനകവശമാണ് വെക്കുന്നത്. ഇതിൻ്റെ ആ ഒരു വശമാണ് വരുന്നത്. ഈ ഒരു വിരലിൻ്റെ മാത്രം തുമ്പ് ഭാഗമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഈ ഇടഭാഗമായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇടഭാഗം, ഇതിൻ്റെ ഇടഭാഗം, ഇതിൻ്റെ തുമ്പ് ഭാഗം, ടിപ്പ് ഭാഗമാണ് വരുന്നത്. ഇത് വ്യത്യാസമായിട്ടിരിക്കും. എല്ലാവർക്കും വിരലിൻ്റെ നീളക്കുറവും നീളക്കൂടുതലാണ്, അപ്പോൾ വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ വെക്കുന്നത് ഇതാണ്, കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഞാൻ വെക്കുന്നത് ഉണ്ടോ, ഇങ്ങനെ വരുന്നത്. ഈ ഫിംഗറും അതേപോലെ തന്നെ വെക്കുന്നത്. ഇതേപോലെ സെൻറ്റർ ഭാഗം, സെൻറ്റർ ഇതിൻ്റെ ടിപ്പുമാണ് വരുന്നത്. അതാണ് ഇങ്ങനെ വരുന്നത്. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൂട്ട് ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ചുമ്മാ എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. ഫ്ലൂട്ട് ഹോൾഡ് ചെയ്യാനും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന് മുമ്പിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലൂട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫിംഗർ ആദ്യം കൊണ്ട് വെക്കുക. ഓക്കെ, ഇതേപോലെ ഫിംഗർ കൊണ്ട് വെക്കുക. ഞാൻ ഈ പറഞ്ഞ ടിപ്പിൻ്റെ ഭാഗം, ഈ ഫിംഗറിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന അത് കണക്കാക്കി ഫിംഗർ കൊണ്ട് വെച്ചതിന് ശേഷം, രണ്ട് കയ്യിലും കൊണ്ട് വെച്ചതിന് ശേഷം, തള്ളവരൽ ഇതിന് അടിയിൽ, എന്ന് വെച്ചാൽ നേരെ അടിയിലാണ് വരുന്നുണ്ടോ, ഇതിൻ്റെ ഈ ഫിംഗറിൻ്റെ അടിയിലാണ് ഇത് വരുന്നുണ്ടോ തള്ളവരൽ, ഇവിടെ വരുന്നത്. പിന്നെ ചിഹ്നവരൽ നിങ്ങൾക്ക് ഈ അറ്റത്ത് ഹോൾഡ് ചെയ്യാം. ഈ അറ്റത്ത് ഇവിടെ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ പൊക്കിയാലും കണ്ടോ ഇതിനകത്ത് നിന്നോളൂ. തിരിച്ച് അതേപോലെ തന്നെ അവിടെ വരും. ഇനി അതേപോലെ നിങ്ങളുടെ ഹോൾ അടഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ തള്ളവരലിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാവും. ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിംഗർ കറക്റ്റാവും. പിന്നെ കറക്റ്റ് സ്ഥലത്തേ വരത്തുള്ളൂ. ഈ ഫിംഗറും അതേപോലെ തന്നെയാണ്. പിന്നെ ഈ തള്ളവരൽ നിങ്ങൾക്ക് അടുത്ത് പിടിക്കുന്നവരുണ്ട്, അടുത്തിങ്ങനെ പിടിക്കുന്നവരുണ്ട്, അതേപോലെ ഇങ്ങനെ അകലത്തിൽ വെക്കുന്നവരുണ്ട്. ഞാൻ ഇച്ചിരി അകലത്തിലാണ് വെക്കുന്നത്, എന്നാലേ എനിക്ക് കറക്റ്റ് ആകത്തുള്ളൂ. ഇതും അതേപോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഞാൻ ചിഹ്നവരൽ ഹോൾഡ് ചെയ്യാറില്ല, ഫ്ലൂട്ടി ടച്ച് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഈ ഫിംഗർ മാറ്റിയാണ് വെക്കുന്നത്. തള്ളവരൽ മാത്രമേ ഞാൻ ഈ സപ്പോർട്ടിന് വെക്കത്തുള്ളൂ. പിന്നെ ഈ 3 വിരൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ 3 വിരലും ഈ തള്ളവരലും മാത്രമേ വെക്കത്തുള്ളൂ. ഈ ചിഹ്നവരൽ ഒന്നും ചെയ്യത്തില്ല, ഹോൾഡൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ അങ്ങ് വെക്കത്തേ ഉള്ളൂ. ഈ 3 വിരലും ഈ തള്ളവരലും മാത്രമേ പിടിക്കത്തുള്ളൂ. ഇതാണ് മൂന്നാമത്തെ ഒരു ടിപ്പെന്ന് പറയാനായിട്ട്. മാ എന്നുള്ള ശബ്ദം എടുക്കുമ്പോൾ ഈ ഫിംഗർ എല്ലാ ഫിംഗറും ചിലപ്പോൾ തുറക്കേണ്ടി വരും. മാ അല്ലെങ്കിൽ ഈ 3 ഫിംഗർ നിങ്ങൾ മാ പിടിക്കുമ്പോൾ ഈ 3 ഫിംഗർ നിങ്ങൾക്ക് തുറക്കേണ്ടി വരും. എയർ വരുന്നതിനനുസരിച്ചാണ് സൗണ്ട് കേൾക്കുന്നത്. കണ്ടോ, ഇപ്പം കുറച്ച് മാത്രം നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം കറക്റ്റ് ആകത്തില്ല. അപ്പം കുറച്ചും കൂടെ തുറക്കണം. ഇപ്പം പറയാൻ മനസ്സിലായി, ഇച്ചിരി മാത്രം നിങ്ങൾ തുറന്ന് വെക്കരുത്. ഇച്ചിരി ഫിംഗർ കുറച്ച് മേലോട്ട് പൊങ്ങണം. ഇപ്പം ഇത് ഞാൻ
ഇങ്ങനെ ആക്കരുത്. സാ മാ എന്നുള്ള സൗണ്ട് എടുത്ത്. അപ്പം ഞാൻ മാ എടുക്കുമ്പോൾ ഈ മാ എന്ന് പറയുമ്പം ഫുൾ ഓപ്പൺ ആയിരുന്നാലും മായാണ്, പകുതി അടഞ്ഞിരുന്നാലും മാ എന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ഒന്ന് വലിയ മായി, ഒന്ന് ചെറിയ മായി. അപ്പം ഞാനിത് പൊക്കുമ്പോൾ, ഫിംഗർ പൊക്കുമ്പോൾ ആ ശ്വാസം ഒന്നിലും തട്ടാത്ത രീതിയിൽ വേണം പൊക്കാൻ. അല്ല ഞാൻ മാ എടുക്കുമ്പോൾ ഈ രണ്ട് വെള്ളം താന്നിരിക്കുവാണെങ്കിൽ ആ ശബ്ദം പോയി, ആ ശബ്ദം കിട്ടത്തില്ല. അപ്പം അത് പൊക്കേണ്ടി വരും. ഇതാണ് വരേണ്ട സൗണ്ട്. പക്ഷെ ഞാൻ പൊക്കാതിരുന്ന കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കുറച്ച് മാത്രം പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ആ ബാക്കി വരുന്ന ഹോളിൽ കൂടെ എയർ കൈ വന്ന് തട്ടുകയും ശബ്ദം മാറുകയും ചെയ്യും. അപ്പം ഫിംഗർ നല്ല പൊക്കേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. അതുപോലെ ഈ മായും പായുമാണ് ഏറ്റവും പാടുള്ളത്. അതെങ്ങനെ വായിക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മായും പായും പിടിക്കേണ്ട രീതിയും പഠിക്കാൻ എളുപ്പം പറ്റുന്ന രീതിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കോമൽ സ്വരം എന്ന് പറഞ്ഞ സ്വരമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സരിഗമയുടെ എല്ലാം ചെറിയ ശബ്ദങ്ങളുണ്ട്. സായ്ക്കും പായ്ക്കും മാത്രമേ ഉള്ളൂ ഈ ഒരു ശബ്ദമില്ലാത്ത. ബാക്കി എല്ലാ സ്വരങ്ങൾക്കും രണ്ട് ശബ്ദമുണ്ട്. വലിയ ശബ്ദമുണ്ട്, ചെറിയ ശബ്ദമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ നമ്മൾ സായ്ക്കും പായ്ക്കും ഇല്ലാണ്ട് നമ്മൾ സാ ഇല്ല. ഇപ്പം രീ ആണ് വായിക്കുന്നതെന്ന് വെച്ചോ, ഇത് രീ ആണെങ്കിൽ ഈ രീക്കൊരു ചെറിയ സൗണ്ടും ഉണ്ട്. സാ എന്നുള്ള ശബ്ദം കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സായാണ്. 3 ഫിംഗർ അടച്ച് വയ്ക്കുമ്പോൾ സാ. വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇത് സാ, 3 ഫിംഗർ അടച്ച് വയ്ക്കുമ്പോൾ സാ. ഈ സായുടെ കുറച്ച് അണ്ട് ഈ ഫിംഗർ എന്ന് വെച്ചാൽ ഈ ഫിംഗർ കുറച്ച് മാത്രം പൊക്കുക. എന്ന് വെച്ചാൽ ഹാഫ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ രീ കോമൽ എന്നുള്ള സൗണ്ടാണ്. ഫുള്ള് പൊക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുമ്പോൾ രീ കോമലും കിട്ടും. ഫുള്ള് പൊക്കി കഴിഞ്ഞാൽ രീയും വലിയ രീ. ഇത് കോമൽ രീ. കോമൽ എന്ന് പറയുന്നത് 2 രീതിയിൽ പറ്റും. ഇങ്ങനെ പൊക്കിയാലും കോമൽ വരും. അല്ല നിങ്ങൾ ഈ ഫിംഗർ കുറച്ച് ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ അടച്ച് കണ്ട പകുതി ഹോള് തുറന്നിരിക്കുക, ഇങ്ങനെ അടച്ചാലും കോമൽ തന്നെ കിട്ടുന്നത്. ചിലരൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, കാണാൻ പറ്റും. ഫുൾ അടയ്ക്കത്തില്ല, ഇത്രയും. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പൊക്കും, ഇങ്ങനെ പൊക്കി കോമലാക്കും, ഇങ്ങനെ പൊക്കി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇങ്ങനെ പൊക്കി കോമലാക്കും. ഇത് കോമൽ രീ. ചിലർ ഇങ്ങനെ സൈഡിലോട്ടാക്കും, ഫിംഗർ ഇങ്ങനെ സൈഡിലോട്ടാക്കുമ്പോഴും കോമൽ തന്നെ കേൾക്കുന്നത്. അപ്പോൾ ഈ 2 രീതിയിലും കോമൽ പിടിക്കാൻ പറ്റും. പാട്ടിനകത്ത് സാധാ സ്വരങ്ങൾ മാത്രമല്ല കോമൽ സ്വരങ്ങളുള്ള പാട്ടുകളും ഉണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് പതിയെ ഓരോ പാട്ടുകളിലും വരുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മതി. പ്രത്യേകം പഠിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിലുള്ള ക്ലാസ്സുകളും യൂട്യൂബ് ചാനലിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഹിന്ദിയിലൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. അപ്പം അതാണ് 4ാമത്തെ ഒരു ഇത്. ഇനി 5ാമത്തെ ഒരു കാര്യം, ഇതിനു മുമ്പോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഹൈ പിച്ചും കൂടെ നിങ്ങൾ പഠിക്കണം. നമ്മൾ ആദ്യം ഫ്ലൂട്ട് സരിഗമ പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഹൈ പിച്ച് വരുന്നുണ്ട്. സാ രി ഗ മ ഇത്ര ലോ പിച്ച് വരുന്നിട്ട് പദനിസ മുതൽ ഹൈ പിച്ച, പദനീസ വരെ ഹൈ പിച്ച. അതുപോലെ അവരോഹണം തിരിച്ച് വായിക്കുമ്പോഴും ആരോഹണം വായിക്കുമ്പോഴും ഹൈ പിച്ചുണ്ട്, അവരോഹണം തിരിച്ച് വായിക്കുമ്പോഴും ഹൈ പിച്ച് വരുന്നുണ്ട്. സാ നീ ദ പ ഹൈ പിച്ച് തന്നെ. അപ്പോൾ നമ്മൾ ഈ 3 സ്വരങ്ങൾ എന്ന് വെച്ചാൽ സരിഗമ അല്ലെങ്കിൽ മകരിസ, ഇത് നമ്മൾ ഹൈ പിച്ചിൽ പാടി പഠിച്ചിരിക്കണം. അതുപോലെ ഇതും ലോ പിച്ചിലും വരും. എല്ലാ സ്വരങ്ങളും നമ്മൾ ലോ പിച്ചും പഠിച്ചിരിക്കണം, ഹൈ പിച്ചും പഠിച്ചിരിക്കണം. സരിഗമ വായിക്കുമ്പോൾ 4 വരത്തുള്ളെങ്കിലും നമ്മളല്ലാതെ തന്നെ ഹൈ പിച്ച് മായും ഗായും രീയും സായും എല്ലാം ഹൈ പിച്ചും പഠിച്ചിരിക്കണം. കാരണം ചില പാട്ടുകളിൽ അങ്ങനെ വരും, ഹൈ പിച്ചും പഠിച്ചിരിക്കണം. ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചിട്ട് ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ഫ്ലൂട്ട് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ ഫ്ലൂട്ട് പഠിക്കാമെന്നല്ല. നമ്മുടെ സുഹൃത്തിന് 1 മാസം നമ്മൾ സരിഗമ നല്ല രീതിയിൽ അവനെ വായിക്കാൻ പഠിപ്പിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പതുക്കെ പഠിപ്പിക്കുക. സരിഗമ പഠിച്ചതിന് ശേഷം പിന്നെ എന്തോ പഠിക്കേണ്ടതെന്നുള്ള എക്സസൈസുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഒരു പാട്ടിൻ്റെ നോട്ട് ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. നോട്ട് വായിച്ച് പറയുക. ഗ ഗ ഗ മഗരി രി സാനി നീ സരി സനിദ, സരി ഗ ഗ ഗ മഗരി രി സാനി നീ സരി നിസദ, ദ സ സ സ സരി രി രി ഗ പ ദ നീ ദ പ മ ഗ മഗരി ഗരി ഗ മ രി സാനി. ഇത് ഞാൻ വായിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫിംഗർ അതേപോലെയാണ് പോകുന്നത്. അപ്പോൾ ഒരു നോട്ട് നിങ്ങൾ കണ്ടു വായിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വായിച്ചാലും നിങ്ങളുടെ ഫിംഗർ അതേപോലെ വരണം. ഫ്ലൂട്ടിൽ നോക്കാതെ തന്നെ ഫിംഗർ അതേപോലെ സ്പീഡിൽ വരുത്തണം.
അതുവരെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സരിഗമ പഠിക്കുമ്പോൾ നമുക്ക് സരിഗമ സ്പീഡിൽ വായിക്കാൻ പറ്റുമല്ലോ. സരിഗമ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ സരിഗമ എന്നുള്ളത് നിങ്ങൾക്ക് ഫിംഗർ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കത്തെ സ്വരങ്ങൾ വരും. ഇടയ്ക്കത്തെ സ്വരങ്ങൾ വെച്ചുള്ള കുറച്ച് പ്രാക്ടീസുകൾ ഉണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഫിംഗർ സ്പീഡാക്കാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ വീഡിയോക്കകത്തും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സരിഗ രിഗമ ഇങ്ങനെ ഇതേപോലെ ഇടയ്ക്കത്തെ സ്വരങ്ങൾ വെച്ചിട്ടും നിങ്ങൾ വായിച്ച് നോക്കണം. നിങ്ങൾക്ക് തന്നെ എഴുതി നോക്കാം. 4 സ്വരങ്ങളോ 3 സ്വരങ്ങളോ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇടയ്ക്കത്തെ സ്വരങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഇച്ചിരി സ്പീഡിൽ കിട്ടും. അപ്പം അതാണ് അടുത്തൊരു ഇതെന്ന് പറയുന്നത്. അതും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇനി ഒന്നുകൂടെ പറയാം, ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ ഏത് ഫിംഗറിലാണ് പഠിപ്പിക്കുന്നതെന്ന് നല്ല മനസ്സിലാക്കണം. ഇപ്പം ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് 3 ഫിംഗർ സരിഗമയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി. പക്ഷേ കർണാട്ടിക്കിലോട്ട് വരുമ്പം അത് മാറും. അത് മൊത്തത്തിൽ മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 ഫിംഗർ പിടിക്കുമ്പോഴാണ് സാ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ നോട്ട് നോക്കി വായിച്ചു കഴിഞ്ഞാൽ ഫിംഗർ പിടിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, അവർ 2 ഫിംഗറാണ് സാ, നമ്മൾ 3 ഫിംഗറാണ് സാ. വായിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ 2 ഫിംഗറിൽ തന്നെ വായിക്കേണ്ടി വരും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ 3 ഫിംഗറിൻ്റെ നോട്ട് 2 ഫിംഗറിലോട്ട് ആക്കേണ്ടി വരും. അങ്ങനെ എഴുതി വേണം നമുക്ക് വായിക്കാം. മനസ്സിലായോ? ഇപ്പോൾ അവർ സാ എന്ന് പറയുവാണെങ്കിൽ സാ എന്ന് പറയുമ്പോൾ ഇത് സാ അല്ല, നമ്മുടെ ഇതിലതൊരു രീ ആണെന്ന് മനസ്സിലാക്കണം. അപ്പം സായ്ക്ക് വരെ നമ്മൾ രീ എന്നുള്ള നോട്ട് അവിടെ എഴുതി വെക്കണം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ നോട്ടുകളും എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട് തന്നെ നമുക്ക് നമ്മുടെ 3 ഫിംഗറിൽ വായിക്കാൻ പറ്റും. അങ്ങനെയും പറ്റും. നമ്മൾ ഫ്ലൂട്ടിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് എപ്പോഴും നല്ലൊരു ഫ്ലൂട്ട് കയ്യിലുണ്ടാവണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയൊരു ഫ്ലൂട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റ് ആവത്തില്ല. പിന്നെ ഈ ലോക്കൽ ഫ്ലൂട്ടുകളുണ്ട്. ഈ പൊട്ടിയ ഫ്ലൂട്ടൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. ഇതിനകത്ത് ചെറിയ പൊട്ടലോ അല്ലെങ്കിൽ ചെറിയ ഹോളുകളൊക്കെ കാണും ഈ ലോക്കൽ മേടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഊതിയാലും ഈ ശബ്ദം കറക്റ്റ് ആവാത്തതിന് മെയിൻ ഒരു കാര്യം ഇതാണ്. രണ്ടാമത്തെ ഇതിനകത്തിരിക്കുന്ന കോർക്കിൻ്റെ പൊസിഷൻ തെറ്റിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഒരു ദൂരമുണ്ട്. അത് തെറ്റിയൊക്കെയാണ് ഈ ലോക്കൽ ഉണ്ടാക്കുന്നവരൊക്കെ വിടുന്നത്. അപ്പം നമ്മൾ ഊതി കഴിഞ്ഞാലും ചിലപ്പം ചില ശബ്ദങ്ങളൊന്നും കറക്റ്റ് ആവത്തില്ല. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പുനം ഫ്ലൂട്ട് പോലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫ്ലൂട്ട് നോക്കി മേടിക്കണം. 2000-2500 റേറ്റുള്ള ഫ്ലൂട്ട് മേടിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്നതിനോട്ടുള്ള നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെയുള്ള ഫ്ലൂട്ട് മേടിച്ചാൽ മതി. എന്തായാലും ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മേടിക്കാം. 400 രൂപയുള്ളൂ. അതിലും വില കൂടിയ ഫ്ലൂട്ട് അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. ഓടക്കോടിൻ്റെ എൻ്റെ ഫ്ലൂട്ട് അവരുടെ സൈറ്റിലുണ്ട്. അല്ലാതെ PVC ഉണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാം. 400 രൂപയുള്ളൂ. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലൂട്ടാണ്. നമ്മൾ ഇതിന് മുമ്പോട്ടും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. വീട്ടിലൊക്കെ ഇരുന്ന് ചുമ്മാ ഒന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ ഈ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇത് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ പോയി പഠിക്കുക. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിൽ ചേർന്ന് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അവർ ഇതേപോലെ ആയിരിക്കത്തില്ല പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫ്ലൂട്ടും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെ, സരിഗമയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ എക്സസൈസിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ രാഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പഠിപ്പിക്കുന്നത്. ഡയറക്റ്റ് പാട്ട് പഠിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനുകൂടി ഞാനൊരു യൂട്യൂബറിൻ്റെ വീഡിയോക്കകത്ത് ഞാൻ കണ്ടതാണ്. അയാൾ പറഞ്ഞു അയാൾ 5-6 വർഷമായിട്ട് ഫ്ലൂട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പം പാട്ടൊന്നുമല്ല പഠിപ്പിച്ചത്. അവരിങ്ങനെ പറയും, ഈ പാട്ട് അല്ലെങ്കിൽ ഈ സ്വരത്തിലാണ് ഇന്ന പാട്ട് ചിട്ടപ്പെടുത്തിയേക്കുന്നതെന്ന് പറയും. ആ പാട്ടൊന്നും പഠിപ്പിക്കത്തില്ല, അവർ ആ സ്വരങ്ങൾ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ 72 മേളകർത്ത രാഗങ്ങൾ എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ ആ രാഗങ്ങൾ മൊത്തമാണ് അവരെ പഠിപ്പിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഈ രാഗത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ രാഗത്തിലുള്ള സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പാട്ട് എഴുതാൻ കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മളിത് പഠിക്കാത്തതുകൊണ്ട് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് രാഗത്തിലുള്ളതെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയത്തില്ല. കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. പിന്നെ പാട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് എഴുതാൻ പറ്റും. സ്വന്തമായിട്ട് തന്നെ ഫിംഗർ പൊക്കിയും താഴ്ത്തിയും കോമൽ സ്വരം ഉണ്ടോ അല്ല സാധാ സ്വരങ്ങൾ മാത്രമാണോ ഇതൊക്കെ നോക്കി നമുക്ക് പതുക്കേ പറ്റത്തുള്ളൂ. അവരുടെ അത്ര സ്പീഡിൽ നമുക്ക് പറ്റണം എന്നില്ല. പിന്നെ അങ്ങനെ കഴിവുള്ളവരും ഉണ്ട് കേട്ടോ. ഇതൊന്നും പഠിക്കാതെ തന്നെ ഇതൊക്കെ വായിക്കുന്നവരും ഉണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞു തന്ന ടിപ്സൊക്കെ നോക്കുക. മാ ടു പാ ഇതൊക്കെ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സരിഗമ എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെ, ഇതെല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഫ്ലൂട്ട് മാത്രമല്ല, നമ്മൾ നല്ല ക്രാഫ്റ്റ് വീഡിയോയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ക്രാഫ്റ്റ് വീഡിയോയും ചെയ്യുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കയറി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.